കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം സമൂഹമാധ്യമങ്ങളിൽ പരസ്യപ്പോരിലേക്ക് കടന്നിരിക്കുകയാണ്. കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് ഫേസ്ബുക്ക് കുറിപ്പിട്ട കെ സുധാകരനെതിരെ സൈബർ ആക്രമണം രൂക്ഷമാണ്. പിന്നാലെ കെ സുധാകരൻ കമന്റ് ബോക്സ് പൂട്ടേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തി. കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച രമ്യ ഹരിദാസ്, അലോഷ്യ സേവിയർ, സന്ദീപ് വാര്യർ ഉൾപ്പെടെ കൂടുതൽ പേർ രംഗത്തുമെത്തി. ദീപക് ധർമ്മടം ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നു. ദീപക്, അപ്പോൾ കെ സുധാകരൻ തുടങ്ങി വെച്ചു, അല്ലെങ്കിൽ തന്നെ ഈ മർമറിംഗ് ക്യാമ്പയിൻ പോലെ ചർച്ചകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അണികളുടെ കെ.സി. പക്ഷം വി.ഡി. പക്ഷം തമ്മിലുള്ള നേർക്കുനേർ പോരിലേക്കൊക്കെ ചേരുന്നു. നേതാക്കൾ കൂടി അതിലോട്ട് ചേരുന്നു. മെയ് 4-ന് ശേഷം നടക്കുന്ന ചർച്ചകളാണ് ഇതൊക്കെ. പക്ഷേ അത് വളരെ നേരത്തെ തുടങ്ങുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഈ വാർത്ത കഴിഞ്ഞ ആഴ്ച 24 ആണ് പുറത്തുവിടുന്നത്. അതായത് കെ സുധാകരൻ കെ.സി. പക്ഷത്തേക്ക് നീങ്ങുന്നു എന്നുള്ളത് ഗുഡ് മോർണിംഗ് വിത്ത് എസ്.കെ.നിൽ 24-ന്റെ ബ്രേക്കിംഗ് ആയിരുന്നു. അതിനുശേഷം പിന്നീട് ചില മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷേ എന്നാൽ കെ സുധാകരൻ തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ രാഷ്ട്രീയ നീക്കം. കാരണം ആരും പ്രതീക്ഷിച്ചതല്ല ഇത്തരത്തിലുള്ള ഒരു നീക്കം. കാരണം കെ സുധാകരൻ എല്ലാ കാലത്തും ഐ ഗ്രൂപ്പിൻ്റെ വക്താവായിരുന്നു. മാത്രവുമല്ല അങ്ങനെയാണ് അദ്ദേഹം KPCC അധ്യക്ഷൻ വരെ എത്തിയതും. പക്ഷേ എന്നാൽ പൊടുന്നനെ അദ്ദേഹം നേരത്തെ കെ.സിയെ പരസ്യമായി വിമർശിച്ചിരുന്ന ഒരാളാണ് കെ സുധാകരൻ. കെ.സിക്കെതിരെ പരസ്യമായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കെ സുധാകരൻ മാത്രമാണ്. ബാക്കി എല്ലാവരും മറച്ചുവെച്ച് പറയുക അല്ലെങ്കിൽ അടക്കം പറച്ചിൽ നടത്തുക മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ നടത്തിയിരുന്ന കെ സുധാകരൻ ഈ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞാണ് എന്നുള്ളതാണ് കെ സുധാകരനുമായി സംസാരിക്കുമ്പോഴും അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോഴും മനസ്സിലാകുന്നത്. അദ്ദേഹം കെ.സിയെ പിന്തുണച്ച് രംഗത്തെത്തുന്നു. പക്ഷേ കെ.സിയെ പിന്തുണയ്ക്കുമ്പോൾ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ആരെയാണ് എന്നുള്ളത് വ്യക്തമാണ്. അത് വി.ഡി. സതീശൻ തന്നെയാണ്. കാരണം ഇപ്പോൾ മത്സരം നടക്കുന്നത് ഇത് ഹാഷ്മി പറഞ്ഞതുപോലെ മെയ് 4-ാം തീയതി ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന്, ഈ ബാലറ്റ് ബോക്സിലുള്ളത് എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. പക്ഷേ മുഖ്യമന്ത്രി പദത്തിലേക്ക് കെ സുധാകരൻ കെ.സിയെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് വലിയ രാഷ്ട്രീയമാനമുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ബ്രേക്ക് ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം എക്കാലത്തും കെ സുധാകരൻ കെ.സി. വേണുഗോപാലിനെ എതിർത്ത നിലപാടാണ് എടുത്തിരുന്നത്. പക്ഷേ എന്നാൽ അതിലൊരു നിർണായക നീക്കം ഈ കെ സുധാകരനെ ടിക്കറ്റ് നൽകാത്തതിൽ കെ.സി. വേണുഗോപാൽ എല്ലാ നിർണായകമായ ഇടപെടൽ നടത്തിയത് എന്ന തിരിച്ചറിവാണ് അതിന് പുറകിൽ. ഡൽഹിയിൽ ചർച്ചയുടെ വിശദാംശങ്ങളെല്ലാം തന്നെ കെ സുധാകരന് കൃത്യമായി എനിക്ക് തോന്നുന്നത് ചില അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുമാറ് അദ്ദേഹത്തിന് വിവരം ലഭിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിൽ ആകെ മാനസികമായി തകർന്ന ആ സമയത്ത് നമ്മുടെ ഇൻ്റർവ്യൂകൾ ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കോൺഗ്രസ്സുകാരനായി നിൽക്കും, പക്ഷേ എനിക്ക് നിരാശയുണ്ട്, കാരണം ഞാൻ പ്രതീക്ഷിച്ചു മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നുള്ളത്. അത് കഴിഞ്ഞ് ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച ഡൽഹിയിൽ നടക്കുന്നു. അതോടുകൂടിയാണ് കാര്യങ്ങൾ മാറിത്തുടങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അകത്തള വർത്തമാനം മാത്രമല്ല, ഈ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം രാഹുൽ ഗാന്ധി ഖാർഗെ കൂടിക്കാഴ്ചയ്ക്ക് ഡൽഹിയിൽ അവസരമൊരുക്കിയത് കെ.സി. വേണുഗോപാലുമാണ്. കെ.സി. വേണുഗോപാലുമായുള്ള ആ ചർച്ചയിൽ ചില ഉള്ളു തുറന്നുള്ള ചർച്ചകൾ നടക്കുന്നു. അതിനുശേഷം മഞ്ഞുരുക്കം തുടങ്ങുന്നു. അങ്ങനെയാണ് കെ സുധാകരൻ, എക്കാലത്തെയും കെ.സിയുടെ എതിരാളി, കെ.സി. പക്ഷത്തേക്ക് പോകുന്നു. മുഖ്യമന്ത്രിയായി കേരളത്തിലേക്ക് കെ.സി. വേണുഗോപാൽ വരണമെന്ന് പറയുന്നു. നമ്മൾ ഇതുമായി കണക്ട് ചെയ്ത് കാണേണ്ടത് ആൻസർ പ്ലീസിൽ സണ്ണി ജോസഫ് പറയുകയാണ്, MP ആയ ഒരാൾ കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയാകുമോ എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇതിനെല്ലാം പരസ്പര ബന്ധമുണ്ട്. അവിടെ ലക്ഷ്യമാകുന്നത് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, ഇവർ രണ്ടുപേർ തന്നെയാണ്. കാരണം ഇവർ രണ്ടുപേരാണ് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള സ്ഥാനാർത്ഥികൾ. പക്ഷേ എന്നാൽ ഈ പോസ്റ്റിന് ശേഷം കെ സുധാകരനെ പൊങ്കാലയിടുകയാണ്. അതിൽ സൈബർ രംഗത്ത് ഉള്ള കോൺഗ്രസ് നേതാക്കൾ പലരും, അല്ലെങ്കിൽ സൈബർ കോൺഗ്രസ്സുകാർ പലരും കെ സുധാകരനെ എതിർക്കുന്നു. എന്നാൽ അതേ സമയത്ത് കെ സുധാകര പക്ഷത്തു നിന്നും നിരവധി പേർ, കെ സുധാകരൻ്റെ വിശ്വസ്ത അനുയായികൾ തന്നെ കെ.സിക്ക് അനുകൂലമായി, കെ.സിയും സുധാകരനും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കെ.സി അനുകൂല പോസ്റ്റ് ഇടുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി പദത്തിലേക്ക് കെ.സി ഒരു പ്രധാന വെല്ലുവിളി ഉയർത്തുന്നു കെ സുധാകരന്റെ പിന്തുണയോടെ എന്നുള്ളതാണ് വസ്തുത. ആ ഘട്ടത്തിലാണ് സൈബർ ആക്രമണം രൂക്ഷമാകുന്നതും കെ സുധാകരൻ ഈ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതും. ഹാഷ്മി, ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണൽ കഴിയുമ്പോഴാണ് ഇത് ആർക്കാണ് ഭൂരിപക്ഷം കിട്ടുക എന്നറിയുക. ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ മുഖ്യമന്ത്രി ആവാൻ പറ്റുള്ളൂ. അപ്പോൾ തുടങ്ങേണ്ട ചർച്ച വളരെ നേരത്തെ തുടങ്ങി വെക്കുന്നുണ്ട്. മാത്രമല്ല അത് സൈബർ മേഖലയിൽ ചേരിതിരിഞ്ഞുള്ള വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകുന്നുണ്ട്. രാഷ്ട്രീയമായും ഇനി കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നിരാശപ്പെടുത്തുന്നതാണോ ഇപ്പോഴേ നടക്കുന്ന ഈ ചർച്ച എന്നുള്ള കാര്യം ആലോചിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. പ്രധാനമായി ഇപ്പം LDF ഉന്നയിച്ച ആരോപണങ്ങളിലൊന്ന് UDF, അതായത് ഇവിടെ ഇങ്ങനെ അധികാരത്തിനായിട്ടുള്ള വടംവലി ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ കെ സുധാകരൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ മുഖ്യമന്ത്രിയാകാനായി തയ്യാറെടുത്തിരിക്കുന്ന മറ്റു നേതാക്കൾ കൂടിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ പേര് പറയാതെ KC-യിലേക്ക് എത്തുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി.
എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മോഹികൾ ഉണ്ടാവുക, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി ആവാൻ അർഹതയുള്ളവർ ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞൊരു കുറവൊന്നുമല്ല. ഒറ്റൊരാൾ ഏകധ്രുവം എന്നതിനപ്പുറം പല നേതാക്കളും ഉണ്ടാവട്ടെ, അതൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അത് ചർച്ച നടത്തുമ്പോഴേക്കും അതിനുള്ളൊരു സമയവും കാലമൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അത് പോരെ എന്നത് മാത്രമാണ്. പല മുഖ്യമന്ത്രി പദത്തിന് അർഹതയുള്ളവർ പല നേതാക്കളുണ്ടാവുന്നത് ഒരു പാർട്ടിയുടെ വളർച്ചയുടെ ഗുണം തന്നെയാണ്. അതല്ലാതെ അത് എന്തോ കോട്ടമാണ്, മഹാമോശമാണ് എന്നൊന്നും ആരും കരുതേണ്ട കാര്യമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.